കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിലെ പ്രതിഷേധം തെരുവിലേക്കും. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ആരോഗ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് KSU പ്രതിഷേധം അരങ്ങേറി. കോഴിക്കോട് റോഡിൽ കുത്തിയിരുന്ന യൂത്തിലേക്ക് പ്രതിഷേധിച്ചു. എറണാകുളത്ത് ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ, ലീല സാബു, ഒപ്പം കോഴിക്കോട് നിന്ന് ലീനച്ച് വർഗീസ് എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ബിനിലേക്കാണ്. ബിനിൽ, സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് യൂത്ത് കോൺഗ്രസും KSU വിവിധ പ്രതിപക്ഷ യുവജന സംഘടനകൾ വഴിയൊരുക്കിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം. ഒപ്പം മുഖ്യമന്ത്രിക്കെതിരെ കോട്ടയത്ത് തന്നെ കരിങ്കൊടി ഉയരുന്ന സാഹചര്യം കൂടി ഉണ്ടായി. തിരുവനന്തപുരത്ത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഏതു വിധത്തിലായിരുന്നു പ്രതിഷേധം? എവിടെയെല്ലാം സംഘർഷം ഉണ്ടായി ബിനിൽ? പ്രതിഷേധത്തിലേക്കാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ മുന്നോട്ട് പോകുന്നത്. മന്ത്രി രാജിവെക്കും വരെ ഈ സമരം തുടരും എന്നാണ് ഈ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും പറയുന്നത്. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് ആണ് ആദ്യം മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. അവർ ആവശ്യപ്പെടുന്നത് മന്ത്രിയുടെ അനാസ്ഥയാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു സ്ത്രീ ഈ കെട്ടിടത്തിനിടയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ആരും അതിൽ ഉൾപ്പെട്ടിട്ടില്ല, ആർക്കും ചില ആളുകൾക്ക് പരിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് മന്ത്രി പറഞ്ഞത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് അണപൊട്ടിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീട്ടിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. പിന്നാലെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരും അവിടേക്ക് പ്രതിഷേധവുമായി എത്തി. ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മന്ത്രിയുടെ ഓഫീസിലേക്കും അനക്സ് 2-ലേക്കും പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. KSU ആണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. അവിടെ നാടകീയ രംഗങ്ങളുണ്ടായി. പ്രത്യേകിച്ച് ആദ്യം പ്രതിഷേധ മാർച്ച് ആദ്യത്തെ ഗേറ്റിലേക്ക് വന്നു. അവിടെ പ്രവർത്തകരെ പോലീസ് തടയുകയും സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് രണ്ടാമത്തെ ഗേറ്റിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറിയത്. ഇത് പോലീസ് ചേർത്തതോടെ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. 2 പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റിയത്. ഈ വാഹനം മുന്നോട്ടെടുത്തപ്പോൾ ജില്ലാ പ്രസിഡന്റ് വാഹനത്തിന് മുന്നിലേക്ക് കയറി. ഇത് വലിയ പിന്നീട് സംഘർഷത്തിലേക്ക് പോയി. പോലീസുമായി വലിയ ഉന്തും തള്ളും ഉണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് മന്ത്രിയെ കരിങ്കൊടി കാണിക്കാനുള്ള തീരുമാനമാണ് KSU എടുത്തിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും അടക്കമുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളെല്ലാം ഒന്നിച്ച് സംയുക്തമായി പ്രതിഷേധ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റേത് പ്രത്യേകിച്ച് സണ്ണി ജോസഫിന്റെ ഒരു വാർത്താക്കുറിപ്പ് അല്പസമയം മുമ്പാണ് വന്നത്. കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ്. കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളായിരിക്കും വരും ദിവസങ്ങളിൽ, അതായത് നാളെ വൈകിട്ടാണ് ഈ പ്രതിഷേധം തീരുമാനിച്ചിട്ടുള്ളത്. അത് നാളെ വൈകിട്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മണ്ഡലം കമ്മിറ്റികൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കും. അതിനുശേഷം മന്ത്രിയെ നേരിട്ട് ഉപരോധിക്കാനും കരിങ്കൊടി കാണിക്കാൻ അടക്കമുള്ള സമരങ്ങളിലേക്ക്, ആ സമരമുറകളിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും വലിയ ജനരോഷം മന്ത്രിക്കെതിരെ ഉണ്ട് എന്നാണ്
പ്രതിപക്ഷം പറയുന്നത്. പ്രത്യേകിച്ച് കോട്ടയത്തെ ഇന്നത്തെ ദുരന്തം അത് സർക്കാർ നിർമ്മിച്ച ഒരു ദുരന്തമാണ്. പ്രത്യേകിച്ച് 2 മന്ത്രിമാർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആരും ആ കെട്ടിടത്തിൽ ആരും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്, പ്രത്യേകിച്ച് മന്ത്രിമാർ ശ്രമിച്ചതെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യജീവൻ നഷ്ടമായതിന്റെ എല്ലാ ഉത്തരവാദിത്തം സർക്കാരിനും മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കുമുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ നമുക്കറിയാം ആരോഗ്യ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ തന്നെ തുറന്നു പറയുകയും മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തതാണ്. അവിടെ മന്ത്രി തുറന്ന് സമ്മതിക്കുകയും ചെയ്തതാണ് സിസ്റ്റത്തിന് വീഴ്ചയുണ്ടായി എന്ന് പറയുകയും പിന്നീട് അത് ഒരു മെഡിക്കൽ കോളേജിൽ മാത്രം സംഭവിച്ചതാണെന്ന് പറഞ്ഞ് മയപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ആ ഘട്ടത്തിൽ പോലും പ്രതിപക്ഷം വലിയ പ്രതിഷേധം മന്ത്രിക്കെതിരെ ഉയർത്തിയതാണ്. അതിനുശേഷമാണ് ഒരു കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. അതും 2 മന്ത്രിമാർ അവിടെ ഉള്ളപ്പോൾ ആ ദുരന്തം ഉണ്ടാകുന്നു. ആദ്യഘട്ടത്തിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഈ മന്ത്രിമാർ നേതൃത്വം നൽകിയില്ല. ആ സമയത്ത് മുഖം രക്ഷിക്കാനാണ് ഇവർ ശ്രമിച്ചതെന്നാണ് പ്രധാനമായും ഉയർന്ന ആരോപണം. വരും ദിവസങ്ങളിലും പ്രത്യേകിച്ച് ഇത് വലിയ പ്രശ്നമാണെങ്കിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ തള്ളിവിടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം. അതിന്റെ ആദ്യഘട്ടമാണ് നാളെ നടക്കുക. നാളെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. അതിനൊപ്പം തന്നെ ഈ വിദ്യാർത്ഥി യുവജന സംഘടനകൾ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കും അതോടൊപ്പം തന്നെ സെക്രട്ടറിയിൽ അടക്കമുള്ള മാർച്ചുകൾ നാളെ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രി പോകുന്നിടത്തെല്ലാം കരിങ്കൊടി കാണിക്കാനും മന്ത്രിക്കെതിരെ രാജിവെക്കും വരെ പ്രതിഷേധം തുടരാനുമാണ് എന്തായാലും പ്രതിപക്ഷ സംഘടനകൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ബിനിൽ, ശരി, അതാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇതിനോടകം തന്നെ കേരളത്തിന്റെ തെരുവുകൾ കലുഷിതമാക്കിയിരിക്കുകയാണ്. കോഴിക്കോടും ഇന്ന് മന്ത്രിക്കെതിരെ പ്രതിഷേധം നടന്നു. കോഴിക്കോട് ഇന്ന് ലിനറ്റ് വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ്. കോഴിക്കോടും മലബാർ ജില്ലകളിലും ഏത് വിധത്തിലായിരുന്നു, ആരൊക്കെയായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ പ്രതിഷേധിച്ചത്? ലിനറ്റ്. ബിനിൽ, കോഴിക്കോടും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ കോട്ടയത്തുണ്ടായ മരണത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ്, റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് അല്പനേരം മുമ്പ് കോഴിക്കോട് KSRTC ഡിപ്പോയ്ക്ക് സമീപം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പ്രവർത്തകർ, യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ റോട്ടിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു നടത്തിയിരുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടും മന്ത്രി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമാണ് ഇതേ തുടർന്നുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് പോലീസ് ഇടപെടലിൽ ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. 18ഓളം വരുന്ന യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോഴിക്കോടും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വരും മണിക്കൂറുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും കോഴിക്കോട് അരങ്ങേറുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസും സംഘടിപ്പിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടർന്നുണ്ടാകുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നുമുള്ള അറിയിപ്പുകൾ. ബിനിൽ, ശരി, വ്യക്തമാണ്. ലീനറ്റ് വർഗീസാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു.